rupees 4536 is divided among 4 men, 5 women and 2 boys. The ratio of share of a man, woman and a boy is 7:4:3. What is the share of man, women and a boy? A man, a woman and a boy. Okay. നോക്കാം. Rupees 4536 അല്ലേ, 4536 is divided among 4 men. നോക്കിക്കോളൂ, നമ്മുടെ ടോട്ടൽ എമൗണ്ട് 4536 ആണ്. ആരുടെ കൂടെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തത്? 4 men plus 5 women plus 2 boys. ഓക്കെ. ദ റേഷ്യോ ഓഫ് എ ഷെയർ ഓഫ് എ മാൻ, പിന്നെ ഒരു മാൻ, വിമൻ, ബോയ്, അവരുടെ ഷെയർ എന്താണ്? 7:4:3. ഓക്കെ, 7:4:3. അപ്പോൾ ഇനി നോക്കിക്കോളൂ, നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവാണ് ഒരു മാനിൻ്റെ ഷെയർ എന്താണ്, ഒരു മാനിൻ്റെ ഷെയർ എന്താണ്, ഒരു വിമനിൻ്റെ ഷെയർ എന്താണ്, അതേപോലെ ഒരു ബോയുടെ ഷെയർ എന്താണ്. യെസ്. അപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ നമുക്ക് ഈ ടോട്ടൽ എമൗണ്ടിന് നമുക്ക് എന്ത് പറയാം? ഈ ടോട്ടൽ എമൗണ്ടിനെ 4x7 അല്ലേ, ഒരാൾക്ക് 7 രൂപയാണ് കിട്ടുന്നത്, ഒരാൾക്ക് 7 അല്ലെങ്കിൽ 7x. ഞാൻ എപ്പോഴും പറഞ്ഞു സെയിം റേഷ്യോ ആണ് നമുക്ക് വന്നെങ്കിൽ നമ്മൾ ആ വേരിയബിൾസ് നമ്മൾ അവോയ്ഡ് ചെയ്യും. 2 ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ് വരുന്നത്. ആ 2 ഡിഫറെൻറ്റ് വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്ത് അതിനെ സോൾവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് ഈ ടോട്ടൽ എമൗണ്ടിനെ എനിക്ക് പറയാം 4x7 plus 5x3 plus 2x3. 5x4 plus 2x3. 28 plus 20 plus 6 ആണ്. 20 plus 20 40 ആണ്. 48 കിട്ടും. 48 plus 6 എന്ന് പറയുമ്പം 54 എന്ന് കിട്ടും. സോ എനിക്ക് ഇക്വേറ്റ് ചെയ്യാം 54 is equal to 4536. 54 is equal to 4536 ആണ്. ഇതിനെ സോൾവ് ചെയ്യുമ്പം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? യെസ്, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ എനിക്ക് 6 എന്ന് കിട്ടും, ഇവിടെ 504 എന്ന് കിട്ടും. എഗെയിൻ എനിക്ക് 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 8 കിട്ടും, ഇവിടെ ബാലൻസ് 284. സോ എനിക്ക് 1 is equal to 84 എന്ന് കിട്ടി. 1 is equal to 84 എന്ന് പറയുമ്പോൾ മെന്നിൻ്റെ എമൗണ്ട് എന്താണ്? 7x84, വിമനിൻ്റെ 4x84, അതേപോലെ നമ്മുടെ ഒരു ബോയുടെ 3x84. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 4x84 ഉണ്ട്, 3x84 ഉണ്ട്. നമുക്ക് ആദ്യം 3x84 കണ്ടുപിടിക്കാം. 12 ബാലൻസ് 1, 3x8 നമുക്ക് കിട്ടുന്നു 252. ഇനി 4x84 അല്ലേ, 4x84 എന്ന് പറയുമ്പോൾ നമുക്ക് 252യുടെ കൂടെ ഒരു 84 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 4x84 കിട്ടും. കാരണം 3x84 ആണ് 252. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. 13 336 എന്ന് കിട്ടും. ഇനി നമുക്ക് പിന്നെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? 7x84 ആണ്. 7x84 കണ്ടുപിടിക്കാൻ ഇവന്മാർ രണ്ടുപേരെ ആഡ് ചെയ്താൽ മതി. 252 336 അല്ലേ, 8 8 5. സോ എന്താണ്? 588. യെസ്. ഓക്കെ. ഇത് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. സെവൻ ഇൻറ്റു 84 588 ആണ്. 4x84 336 ആണ്. 3x84 252 ആണ്. കറക്റ്റാണ്. യെസ്.
യെസ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ, സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇത്ര പേരുടെ ഇടയിൽ എമൗണ്ട് ഷെയർ ചെയ്തു, ഓരോരുത്തർക്കും കിട്ടിയ എമൗണ്ടിൻ്റെ റേഷ്യോ പറയും. ഇത്ര പേരുടെ ഇടയിൽ ഷെയർ ചെയ്തു, ഓരോരുത്തർക്കും കിട്ടിയ എമൗണ്ടിൻ്റെ റേഷ്യോ പറയും. എന്നിട്ട് ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ ഇൻഡിവിജ്വൽ വാല്യൂസിന് എത്ര കിട്ടി, അല്ലെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടി അല്ലേ, ഓരോരുത്തർക്കും എത്ര കിട്ടി എന്നുള്ളതൊക്കെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയായിരുന്നു കിട്ടിയത്? 7 × 84, 4 × 84, 3 × 84, നമുക്കിവിടെ 252, 336, 8, 8, 5 ഇങ്ങനെ കിട്ടി അല്ലേ? എല്ലാ മെന്നിനും കൂടെ അല്ലേ, 4 മെൻ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്താണുള്ളത്? 4 മെൻ ഉണ്ട്, 5 വിമൻ ഉണ്ട്, 2 ബോയ്സ് ഉണ്ട്. 4 മെൻ ഉണ്ട്, 5 വിമൻ ഉണ്ട്, 2 ബോയ്സ് ഉണ്ട്. ഇത് ഒരു മെന്നിന് കിട്ടിയതാണ് അല്ലേ? ഇത് ഒരു മെന്നിന് കിട്ടിയതാണ്, ഇത് ഒരു വിമനിന് കിട്ടിയതാണ്, ഇത് ഒരു ബോയിന് കിട്ടിയതാണ്. അപ്പോൾ മൊത്തത്തിൽ ബോയ്സിന് വേണ്ടി കൊടുത്ത എമൗണ്ട് എത്രയാണ്? 2 ബോയ്സിനും കൂടെ കൊടുത്ത എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കാണും? 2 × 252. 2 × 252 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ബോയ്സിൻ്റെ ഇത് കിട്ടും. അതേപോലെ 5 × 336 ചെയ്യുമ്പോൾ നമുക്ക് 5 വിമനിന് കൊടുത്ത മൊത്തം എമൗണ്ട് കിട്ടും. 4 × 588 ചെയ്യുമ്പം 4 മെന്നിന് കൊടുത്ത മൊത്തം എമൗണ്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഏതാണോ അവർ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. ചില സമയത്ത് നിങ്ങളോട് ചോദിക്കും വിമനിന് കൊടുത്ത എല്ലാ വിമനിനും കൂടെ കൊടുത്ത എമൗണ്ടിൻ്റെയും എല്ലാ മെന്നിനും കൂടെ കൊടുത്ത എമൗണ്ടിലും ആർക്കാണ് കൂടുതൽ, എത്രയാണ് കൂടുതൽ, അല്ലെങ്കിൽ ആർക്കാണ് കുറവ്, എത്രയാണ് കുറവ് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കും. അല്ലെങ്കിൽ ഇനി 2 ബോയ്സ്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ വേറൊരു രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ 4 വിമനിന് കൊടുത്ത എമൗണ്ട് അല്ലേ, 4 വിമനിന് കൊടുത്ത എമൗണ്ട് എത്ര ബോയ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചോദിക്കാം. 4 വിമനിന് നമ്മൾ കൊടുത്ത എമൗണ്ട് എത്ര ബോയ്സിന് നമുക്ക് ഈക്വലായി ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര വിമന് നമുക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. സോ ആ ഒരു ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അവർ ചോദിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളിൽ വാല്യൂസിലും അല്ലെങ്കിൽ ആ ഒരു എന്ത് സംഭവമാണോ കണ്ടുപിടിക്കേണ്ടത് അതായിരിക്കും വ്യത്യാസം. ക്ലിയർ ആയല്ലോ? യെസ്. നോക്കാം. നമ്മുടെ എന്താ പറയുക ഇൻകം എക്സ്പെൻഡിച്ചർ എന്താണ് സേവിങ്സ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൻ്റെ താഴെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം. ₹410 ഈസ് ഡിവൈഡഡ് among A, B and C such that ₹10 more than 3/5 of A's share, 10/11 of B's share and ₹20 less than 4/5 of Z's share are equal. Then find the C's share are equal. Find the amount received by B. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ₹410 ഈസ് ഡിവൈഡഡ്. ₹410 ഈസ് ഡിവൈഡഡ് എമോങ് A, B ആൻഡ് C അല്ലേ. അതായത് 410 രൂപ നമ്മുടെ കയ്യിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് A, B, C എന്ന് പറയുന്ന 3 ആൾക്കാർക്ക് അവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഡിവൈഡ് ചെയ്ത സമയത്ത് എന്താണ്? ഡിവൈഡ് ചെയ്ത സമയത്ത് 10 മോർ ദാൻ, സോ 10 പ്ലസ് 3/5 ഓഫ് എയുടെ ഷെയർ ആർക്ക് ഈക്വൽ ആണ്? 10/11 ഓഫ് ബിയുടെ ഷെയറിന് ഈക്വൽ ആണ്. അതേപോലെ 4/5 സീനേക്കാളും 20, അതിൽ നിന്ന് 20 കുറച്ചാൽ
ആ കിട്ടുന്ന വാല്യൂ സേ ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ എയുടെ ഷെയറിൻ്റെ 3/5 ഞാൻ എടുത്തു, അതിൻ്റെ കൂടെ ഞാൻ 10 ആഡ് ചെയ്തപ്പം സേ ഫോർ എക്സാമ്പിൾ നമുക്ക് 100 rupees എന്നാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ 10/11 ഇൻറ്റു ബി ചെയ്യുമ്പോഴും എനിക്ക് എന്താണ് കിട്ടേണ്ടത്? 100 rupees ആണ് കിട്ടേണ്ടത്. സീന് കിട്ടിയ എമൗണ്ടിൻ്റെ 4/5 എടുത്ത് അതിൽ നിന്ന് ഞാൻ 20 കുറച്ചാലും എനിക്ക് എന്താണ് കിട്ടേണ്ടത്? എനിക്ക് 100 ആണ് കിട്ടേണ്ടത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ബി എന്ന് പറയുന്ന ആള് റിസീവ് ചെയ്ത എമൗണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. ബി എന്ന് പറയുന്ന ആള് റിസീവ് ചെയ്ത എമൗണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് എന്താണെന്ന് വെച്ചാൽ എല്ലാ വേരിയബിൾസും എയും ബിയും സിയും ഒന്നെങ്കിൽ എയുടെ ടേംസിൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബിയുടെ ടേംസിൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സിയുടെ ടേംസിൽ കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ബി റിസീവ് ചെയ്ത എമൗണ്ട് ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ എയുടെ എല്ലാ ടേംസിനെയും എല്ലാ വാല്യൂസിനെയും അതിപ്പോൾ ഇതായാലും എ ആയാലും ബി ആയാലും സി ആയാലും എയുടെ ടേംസിൽ നമ്മൾ കണ്ടുപിടിച്ച് വാട്ട് ഈസ് എ ഇസ് ഈക്വൽ ടു എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വാട്ട് ഈസ് ബി ഇസ് ഈക്വൽ ടു എന്ന് കണ്ടുപിടിച്ചാലും ഇനി എല്ലാം സിയുടെ ടേംസിൽ കണ്ടുപിടിച്ചിട്ട് സി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വാട്ട് ഈസ് ബി ഇസ് ഈക്വൽ ടു എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടാൻ പോണ ആൻസർ സെയിം ആയിരിക്കും. പക്ഷെ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി നമുക്ക് എല്ലാവരെയും ആരുടെ ടേംസിൽ കണ്ടുപിടിക്കാം? ബിയുടെ ടേംസിൽ കണ്ടുപിടിക്കാം. ഒരു മെത്തേഡ് അതാണ്. രണ്ടാമത്തെ മെത്തേഡ്, ഇതിനെ ഞാനിപ്പോൾ കെ എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. സോ അങ്ങനെ കെ എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് എ ഇൻ ടേംസ് ഓഫ് കെ, വാട്ട് ഈസ് ബി ഇൻ ടേംസ് ഓഫ് കെ, വാട്ട് ഈസ് സി ഇൻ ടേംസ് ഓഫ് കെ എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് കെയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇവരെ 3 പേരെയും കൂടെ ആഡ് ചെയ്ത് 410 ഞാൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വാട്ട് ഈസ് കെ ഇസ് ഈക്വൽ ടു എന്ന് കിട്ടും. ആ കെനെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ബി എന്താണെന്ന് കിട്ടും. ഇങ്ങനെ 2 മെത്തേഡിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഞാൻ 2 മെത്തേഡും നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ഞാൻ അഡ്വൈസ് ചെയ്യണ മെത്തേഡ് രണ്ടാമത്തെ കെ എന്ന് എടുക്കുന്ന ആ ഒരു മെത്തേഡാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ കൺവീനിയൻറ്റ് നിങ്ങൾക്ക് ആ മെത്തേഡ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എന്തായാലും എല്ലാറ്റിനെയും ഇൻ ടേംസ് ഓഫ് ബിയിൽ ഞാൻ കണ്ടുപിടിക്കാം. എല്ലാറ്റിനെയും ഇൻ ടേംസ് ഓഫ് ബിയിൽ ഞാൻ കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ. ആദ്യം അത് നമുക്ക് എയിലേക്ക് വരാം. 10 + 3/5 എ ഇസ് ഈക്വൽ ടു 10/11 ബി അല്ലേ? സോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ 10നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ എനിക്ക് കിട്ടി 3/5 എ ഇസ് ഈക്വൽ ടു 10/11 ബി മൈനസ് 10 അല്ലേ? ഓക്കെ, ഇതിന് എ എങ്ങനെ കണ്ടുപിടിക്കാം? എ ഇസ് ഈക്വൽ ടു 5/3 ഇൻറ്റു 10/11 ബി മൈനസ് 10. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ? സോ എനിക്ക് കിട്ടി എ ഇസ് ഈക്വൽ ടു 5/3 ഇൻറ്റു 10/11 ബി മൈനസ് 10. ഓക്കെ, ഇത് നമുക്ക് സിയുടെ കാര്യത്തിലേക്ക് വരാം. ഇത് നമുക്ക് സി ഇൻ ടേംസ് ഓഫ് ബി നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? 4/5 സി മൈനസ് 20 ഈസ് ഈക്വൽ ടു 10/11 ബി അല്ലേ? 10/11 ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 20നെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ 4/5 സി ഈസ് ഈക്വൽ ടു 10/11 ബി മൈനസ് അല്ല പ്ലസ് 20 എന്ന് കിട്ടും. സോ സി ഈസ് ഈക്വൽ ടു എന്താണ്? 5/4 ഇൻറ്റു 10b/11 പ്ലസ് 20. സോ എനിക്ക് കിട്ടി സി ഈസ് ഈക്വൽ ടു 5/4 10/11 ബി പ്ലസ് 20. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഈ 3 വാല്യൂസും ആഡ് ചെയ്യാം അല്ലേ? എന് കിട്ടിയ എമൗണ്ട് ഇൻ ടേംസ് ഓഫ് ബിയിൽ ഞാൻ കണ്ടുപിടിച്ചു. സിക്ക് കിട്ടിയ എമൗണ്ട് ഇൻ ടേംസ് ഓഫ് ബിയിൽ ഞാൻ കണ്ടുപിടിച്ചു. ബിക്ക് കിട്ടിയ എമൗണ്ട് എന്താണ്? ബി ആണ്. സോ ഞാൻ ഇവരെ 3 പേരെ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവരെ ഉള്ളിലേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. നോക്കിക്കോളൂ, 5/3 ഉള്ളിലേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 50b/33 എന്ന് കിട്ടും. മൈനസ് 50/3 എന്ന് കിട്ടി. ഓക്കെ, ഇനി ആരുണ്ട്? ഇനി എനിക്കൊരു ബി ഉണ്ട്. ഞാൻ ആ ബി എഴുതി. പ്ലസ് ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50b/44 എന്ന് കിട്ടും. പ്ലസ് 100/4 എന്ന് കിട്ടും. ക്ലിയർ ആയോ? 100/4
4 എന്ന് കിട്ടും. ഞാൻ ഈ ബി ടേംസിനെയൊക്കെ ഒന്നിച്ച് എഴുതാൻ പോവാണ്, അല്ലാത്ത ടേംസിനെ ഒന്നിച്ച് എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ. 50b/33 പ്ലസ് ബി പ്ലസ് 50b/44. ഓക്കെ, ഇനി പ്ലസ് ഇസ് ഈക്വൽ ടു 410. 100/4 മൈനസ് 50/3 ഇസ് ഈക്വൽ ടു 410. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ഞാനിത് മായ്ക്കാം. യെസ്, നമുക്ക് ഇതാണല്ലോ ആവശ്യം. അപ്പോൾ ഇത് ഞാൻ മായ്ക്കുന്നില്ല, ഇങ്ങനെ റെഡ് ബോക്സിൽ ഞാൻ ഇടാം, കാരണം ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഇനി നോക്കിക്കോളൂ, ഇതിലത്തെ ഈ ഒരു കാൽക്കുലേഷനിലേക്ക് വന്നതിന് മുമ്പ് ഇത് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100/4 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 25 ആണ്. 25 മൈനസ് 50/3 ആണ്. ഡിനോമിനേറ്റേഴ്സ് നമ്മൾ ഈക്വൽ ആക്കുമ്പം 75/3 മൈനസ് 50/3 എന്ന് കിട്ടും. ഫ്രാക്ഷൻ്റെ എന്താണ് സബ്ട്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ്റെ എല്ലാ ഓപ്പറേഷൻസും നമ്മൾ ഓൾറെഡി ഫ്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ജസ്റ്റ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് സെഷൻസ്. സോ ഇവിടെ നമുക്ക് കിട്ടി 25/3 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്? 25/3 എന്ന് കിട്ടി. ഈക്വൽ സൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് അത് പോകുമ്പോൾ മൈനസ് ആവും. സോ 410 മൈനസ് 25/3 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെയും ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കുവാന്ന് വിചാരിച്ചോളൂ. 41 × 3 ചെയ്യുമ്പോൾ നമുക്ക് 123 ആണ് കിട്ടുന്നത്. 123 ഡിവൈഡഡ് ബൈ 3 മൈനസ് 25/3. അപ്പോൾ ഇതിൽ നിന്ന് പോകുമ്പോൾ എന്ത് കിട്ടും? 0ൽ നിന്ന് 5 പോകുമ്പം 5 കിട്ടും. ഇവിടെ 2 ആണ് 0. 1205 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ എന്തായി മാറി? 1205 ഡിവൈഡഡ് ബൈ 3. ഈ ഒരു സ്റ്റെപ്പ് വരെ എത്തി. ഇനി നമുക്ക് ഇവരെ നമുക്ക് സോൾവ് ചെയ്യാം. നോക്കിക്കോളൂ. 50b/33 പ്ലസ് ബി പ്ലസ് 50b/44. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഞാനൊരു 1/11 ഞാൻ കോമൺ ആയിട്ട് എടുക്കാൻ പോവാണ്. എന്താണ് ഞാൻ കോമൺ ആയിട്ട് എടുക്കാൻ പോകുന്നത്? 1/11 ഞാൻ കോമൺ ആയിട്ട് എടുക്കാൻ പോവാണ്. കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 50b/3 എന്ന് കിട്ടും. ഇവിടെ ഞാനൊരു 11 ഇല്ലാത്ത ഒരു 11 കോമൺ ആയി എടുക്കുമ്പോൾ അതിന് പകരം ഞാൻ എന്ത് ചെയ്ത് കൊടുക്കും? മുകളിലൊരു 11 ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? ഒരു ടേമിൽ നോക്കിക്കോളൂ എക്സ്. അപ്പോൾ ഈ ടേമിൽ നിന്ന് ഞാൻ ഇപ്പോൾ എക്സ് പ്ലസ് 2y ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ എക്സ് പ്ലസ് 2y ഞാൻ 2 കോമൺ ആയിട്ട് എടുക്കാൻ പോവാണ്. 2 കോമൺ ആയിട്ട് എടുക്കുമ്പം ഇവിടെ എക്സിൽ എനിക്ക് 2 എടുക്കാനില്ല. സോ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു /2 ഇട്ട് കൊടുക്കും. ഇതൊന്ന് ഉള്ളിലേക്ക് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കുക. ഈ 2ഉം 2ഉം ക്യാൻസൽ ആവും, എനിക്ക് എക്സ് എന്ന് കിട്ടും. x/2 പ്ലസ് y. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് പ്ലസ് y/5. ഇങ്ങനെയാണ്. ഞാൻ 1/5 ഞാൻ കോമൺ ആയിട്ട് എടുക്കാൻ പോവുകയാണ്. കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് 1/5 എടുക്കാനില്ല. സോ ഞാൻ മുകളിൽ ഒരു 5 ഇട്ട് കൊടുക്കുവാണ്. 5 പ്ലസ് y. ഇതൊന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കുക. ഈ 5ഉം 5ഉം ക്യാൻസൽ ആവും, നമുക്ക് എക്സ് കിട്ടും. ഇതൊക്കെ സ്കൂളിലെ ബേസിക് മാത്സ് ആണ്. യെസ്, 11b പ്ലസ് 50/4 പ്ലസ് 50/4 ആണ്. ഓക്കെ, പ്ലസ് 50/4. അപ്പോൾ ഇനി നോക്കിക്കോളൂ, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ആണ്, ഇവിടെ 4 ആണ്. ഇവിടെ 3 ഉണ്ട്, 1 ആണ്, 4 ആണ്. സോ ഞാൻ ഡിനോമിനേറ്റേഴ്സ് ഞാൻ സെയിം ആക്കാൻ പോവാണ്. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ഇൻറ്റു 4 ചെയ്യണം. സോ മുകളിൽ ഞാൻ 4 ചെയ്യുന്നു. സോ എന്തായി? 200 ആയി. ഓക്കെ, ഇനി ഇവിടെ ഞാൻ 12 കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 132b എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഞാൻ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എനിക്ക് എന്ത് കിട്ടും? 150b എന്ന് കിട്ടും. ദ ഹോൾ ഡിവൈഡഡ് ബൈ 12 അല്ലേ? ഇനി ഇവരെ ഒന്ന് ആഡ് ചെയ്യാം. 200, 150, 132. 2 കിട്ടും, 8 കിട്ടും, 4 കിട്ടും അല്ലേ? യെസ്, 482. എനിക്ക് എന്താണ് കിട്ടിയത്?
482/12 എന്ന് കിട്ടും. രണ്ടും എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ എനിക്കിവിടെ 6 കിട്ടി, ഇവിടെ എന്ത് കിട്ടി? 241 എന്ന് കിട്ടും. ക്ലിയർ ആയോ? എനിക്ക് എന്ത് കിട്ടി? 6 കിട്ടി, 241 എന്ന് കിട്ടി. നോക്കിക്കോളൂ. സോ ഞാൻ അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് എന്താണ് കിട്ടിയത്? സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 241/6 ഇൻറ്റു 1/11 ഇതാണ് എനിക്ക് കിട്ടിയത്. ഇതാണ് എന്ത് എനിക്ക് കിട്ടിയ വാല്യൂ. അപ്പോൾ നോക്കിക്കോളൂ, ഈ 6ഉം 3ഉം ഞാൻ ക്യാൻസൽ ചെയ്തു, എനിക്കിവിടെ 2 കിട്ടി. മുകളിൽ എന്തായി? 241 11 ഇൻറ്റു 2 ഇൻറ്റു 1205 എന്ന് കിട്ടി. ഓക്കെ, 4 1 5 2 7 ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? 22 ഇൻറ്റു 1205. അവിടെ ഒരു ബി ഉണ്ട്, ആ ബി നമ്മൾ മിസ് ചെയ്തല്ലോ. ബിയുടെ ടേംസ് സോൾവ് ചെയ്തപ്പോഴല്ലേ ഇത് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം നോക്കിക്കോളൂ. ഇതിന് നമുക്ക് ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ, 22നെ എങ്ങനെ എഴുതാം? 10 + 2 എന്ന് എഴുതാം. ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12050. പിന്നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഗെയിൻ 12050. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ 0 ആണ്, 0, അതായത് 5 + 5, അതായത് നോക്കൂ 1205 1205. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? 0142 എന്ന് കിട്ടി. 014, അതായത് 2410 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 0 കിട്ടി, 5 + 1 5, ഇവിടെ ബാലൻസ് 1 കിട്ടി, ഇവിടെ ബാലൻസ് 1 ആണ്, 4 + 1 5 ആണ്, ഇവിടെ എന്താണ്? 6 കിട്ടി, ഇവിടെ 2 കിട്ടി. മനസ്സിലായോ? സോ നമുക്ക് എന്ത് ആൻസറാണ് കിട്ടിയത്? 26510 എന്ന് കിട്ടി. 26510 എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈ സ്റ്റെപ്പ് വരെ മനസ്സിലായല്ലോ. അതായത് സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. 11 ഇൻറ്റു 2 ഇൻറ്റു 1205 എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് വരെ എത്തി. നമ്മൾ അതുവരെ നമ്മൾ ഒരുപാട് വലിയ വലിയ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്തില്ല. ആ നമ്പർ ഇപ്പോൾ 1205 / 3 എന്ന് കിട്ടി. ഫർദർ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാനൊന്നും നിന്നില്ല. ഞാൻ നോക്കുമ്പം മുകളിലത്തെ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ അല്ല അല്ലേ? യെസ്, വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് about divisibility rules in ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, യെസ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് സെഷൻസ്. കാരണം ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്ത് വരുമ്പം ഈ നമ്പർ 12 കൊണ്ട് ഡിവിസിബിൾ ആണോ, ഈ നമ്പർ 13 കൊണ്ട് ഡിവിസിബിൾ ആണോ, ഈ നമ്പർ 6 കൊണ്ട് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ, നമുക്ക് പെട്ടെന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ ഡിവിസിബിലിറ്റി റൂൾസ് അറിയണം. യെസ്, ഇറ്റ്സ് ഹെൽപ്സ് അസ് എ ലോട്ട്. യെസ്, ഓക്കെ. അപ്പോൾ ഇതിനെ സിമ്പിളായി മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. 22നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, 10 + 10 + 2. അപ്പോൾ 1205 ഇൻറ്റു 10 കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 2 പ്രാവശ്യം 10 കൊണ്ട് എന്താ പറയുക മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്കത് ആഡ് ചെയ്യാം. ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും ഈസിയാണ്. 5 + 5 0, ബാലൻസ് 1 4, 24 എന്താ പറയുക 10 എന്നുള്ള ആൻസർ കിട്ടി. നമ്മളത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 2650 എന്നാണ് കിട്ടിയത്. എൻ്റെ നമ്പർ എന്താണ്? 241 ആണ്. 241 ഇവിടെ എനിക്ക് കിട്ടാനുള്ളത് 26510 ആണ്. 26510 ആണ്. ഞാൻ ഈ 0നെ ഞാൻ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. 0നെ തൽക്കാലം ഇവിടെ നോക്കിക്കോളൂ. എൻഡിൽ 0 ഉള്ളതുകൊണ്ട് ഇപ്പം നോക്കിക്കോളൂ, 241 എന്ന് പറയുന്നതിൻ്റെ കൂടെ എനിക്ക് എക്സ് എന്നൊരു നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 26510 കിട്ടണതെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് സം നമ്പർ y ഇൻറ്റു 10 ആണ്. സം നമ്പർ y ഇൻറ്റു 10 ആണ്. കാരണം എന്താണ്? ഇവിടെ 0 ഉണ്ട്. ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു സീറോയിലാണ് ആ നമ്പർ എൻഡ് ചെയ്യണതെങ്കിൽ എന്തായാലും നമ്മൾ 10 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. 2 zeros കൊണ്ട് അവിടെ 2 zeros-ലാണ് എൻഡ് ചെയ്യണതെങ്കിൽ മിനിമം നമ്മൾ അവിടെ ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. 3 zeros-ലാണ് എൻഡ് ചെയ്യണതെങ്കിൽ മിനിമം നമ്മൾ അവിടെ ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിനേക്കാളും വലിയ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നമുക്ക് കിട്ടണ ആൻസറിൽ എന്തുണ്ടെങ്കിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അല്ലേ, അത് നമ്മൾ അത്രയും കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല.
മിനിമം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 0 ഉണ്ടെങ്കിൽ മിനിമം നമ്മൾ അവിടെ ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. സോ ഞാൻ തൽക്കാലം ഞാൻ ആ 0 എന്നുള്ള ആ ഒരു നമ്പറിന് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, തൽക്കാലം മാറ്റി നിർത്തുവാണ്. സോ എൻ്റെ വാല്യൂ എന്തായി? 241 ഇസ് ഈക്വൽ ടു 2651 ആയി. 2651. ഈ രണ്ട് നമ്പറിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും. നമ്മൾ ഈ 11ൻ്റെ ഈസി മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ. നമ്മൾ ആദ്യത്തെയും ലാസ്റ്റത്തെയും നമ്പർ അങ്ങനെ തന്നെ എഴുതും, പിന്നെ ഇടയ്ക്കുള്ളവരെ ആഡ് ചെയ്ത് എഴുതും. 4 + 1 5 ആണ്, 4 + 2 6 ആണ്. ഈ സെയിം ആൻസർ അല്ലേ നമുക്ക് കിട്ടിയേ? യെസ്. അപ്പോൾ ഈ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ഈ ഷോർട്ട് ട്രിക്സ് അല്ലെങ്കിൽ ഈ ഡിവിസിബിലിറ്റി റൂൾസ് അല്ലെങ്കിൽ ഈ ഐഡിയാസ് ഒക്കെ നമ്മൾ പഠിക്കണത് എന്തിനാണ്? ഇപ്പം വെറുതെ നമ്മൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്കൊരു വലിയൊരു പ്രോസസ്സ് അല്ല. ഇഫ് എ നമ്പർ ഈസ് ഗിവൺ ആൻഡ് യു വാണ്ടഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 11 എന്നാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. 10 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കത് ആഡ് ചെയ്യാം അല്ലേ. നമുക്കറിയാം, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 241 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നിങ്ങൾക്ക് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനെ 10 കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ 11 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഷോർട്ട് ട്രിക്സ് അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ട്രിക്ക് നിങ്ങൾക്ക് അതിനെ മൾട്ടിപ്ലിക്കേഷനിൽ ആവശ്യം വന്നതിനേക്കാളും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യം വരിക. നോക്കിക്കോളൂ, ഈ നമ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം. 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും, 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. എന്തുകൊണ്ട് ഈ നമ്പർ ഒരു 11ൻ്റെ മൾട്ടിപ്പിൾ ആയിക്കൂടാ? 241ൻ്റെ കൂടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കാം നമുക്ക് ഈ നമ്പർ കിട്ടുന്നത്. ദർ ആർ ചാൻസസ് ഫോർ ദാറ്റ് അല്ലേ. സോ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2410 241 ആണ് നമുക്ക് കിട്ടിയത്, 2651 ആണ്. സെയിം ആൻസർ അല്ലേ ഇവിടെ കിട്ടിയത്. സോ നമുക്ക് പറയാം 241 × 11 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25610 കിട്ടും. നമുക്ക് കിട്ടേണ്ട ആളിവിടെ ഒരു 0 ഉണ്ട്. സോ 11ൻ്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്താൽ 110 ഈസ് മൈ ആൻസർ. ക്ലിയർ ആയോ? എൻ്റെ ബി എന്ന് പറയുന്ന എമൗണ്ട് എത്രയാണ്? ബി എന്ന് പറയുന്ന എമൗണ്ട് 110 ആണ്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ആദ്യം എല്ലാ വാല്യൂസിനെയും, ബിയുടെ വാല്യൂ ബി തന്നെയാണ്, എ ആയാലും സി ആയാലും ബിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എ ഇൻ ടേംസ് ഓഫ് ബി, സി ഇൻ ടേംസ് ഓഫ് ബി നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്കറിയാം എ + ബി + സി എന്ന് പറയുന്നത് 410ന് ഈക്വൽ ആണ്. ചില സമയത്ത് എക്സാമിനേഷൻസിൽ നിങ്ങൾക്ക് തരുമ്പം എയും ബിയും സി ഒക്കെ ഇങ്ങനെ എമൗണ്ട് വീതിച്ച് കഴിഞ്ഞ് ഇത്ര എമൗണ്ട് ബാക്കി ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഇങ്ങനെ എന്നൊക്കെ അവർ തരും. സോ അങ്ങനെ ഇത്ര എമൗണ്ട് ബാക്കിയുണ്ടെന്ന് തന്നാൽ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ആരെയും കൂടെ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്കിപ്പോൾ ഇവർ ഷെയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു 15 രൂപയും കൂടെ ബാക്കി ഉണ്ടായിരുന്നു എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും? ഒരു 15 കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇക്വേഷൻ ഫോം ചെയ്യും. ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബാലൻസ് വന്ന കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. സോ അതുകൊണ്ട് നമുക്കതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ എ ബി സി എഴുതി. ഞാൻ ആദ്യം എന്ത് ചെയ്തു? ബി ടേംസിനെ, വേരിയബിളുള്ള ടേംസിനെയൊക്കെ ഒന്നിച്ച് എഴുതി, അല്ലാത്ത ടേംസിനെയൊക്കെ ഞാൻ മാറ്റി എഴുതി. എക്സാമിനേഷനിൽ നിങ്ങളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാതെ ഒന്നിച്ച് നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ നിങ്ങൾ ഡയറക്റ്റ്, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ സി ഈസ് ഈക്വൽ ടു കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ എഴുതാൻ പറ്റണം. ആ ഒരു എന്താ പറയുക, അത്രയും നിങ്ങളെ എഫിഷ്യൻ്റ് ആക്കണം. ഞാനിവിടെ കാണിക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചതാണ്. നിങ്ങളും ഇനീഷ്യൽ സ്റ്റേജിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റെപ്സും എഴുതി മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റെപ്സൊക്കെ നിങ്ങൾ എക്സാമിനേഷനിൽ ചെയ്യുമ്പം ഇടയ്ക്കുള്ള സ്റ്റെപ്സൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ഞാൻ ബീനെ ഒന്നിച്ചെഴുതി, അല്ലാത്ത ടേംസിനെ ഒന്നിച്ചെഴുതി. ആദ്യം ഇവനെ ഞാൻ സോൾവ് ചെയ്തു. കിട്ടിയ ആൻസറിനെ ഞാൻ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെ ഞാൻ സോൾവ് ചെയ്ത് എനിക്കൊരു ആൻസർ കിട്ടി, ഞാൻ എത്തിച്ച് നിർത്തി. പിന്നെ ഞാൻ ഈ ബി ടേംസിനെ ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയത്. ഞാൻ ഈ ടേംസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടി 241b ഈസ് ഈക്വൽ ടു 26510 എന്ന് കിട്ടി. ഞാൻ ഈ നമ്പേഴ്സിനെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം 241ൻ്റെ കൂടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2651 എന്നുള്ള നമ്പർ കിട്ടുന്നതെന്ന് എനിക്ക് ക്ലിക്കായി. ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, ശരിയായിരുന്നു. ഒരു 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് 110 എന്ന ആൻസർ കിട്ടി. ക്ലിയർ ആയല്ലോ? ഇതാണ് ഒരു മെത്തേഡ്.
ഇനി എന്ത് ചെയ്യാൻ പോവാണ്? കെയിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. കെയിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, 10 + 3/5 a is equal to k. 10/11 b is equal to k. 4c/5 - 20 is equal to k. അല്ലേ? ഞാൻ ഇത് മായ്ക്കുവാണ്. ഐ എം റബ്ബിങ് ഇറ്റ് ഓഫ്. ഇനി നോക്കിക്കോളൂ, ഞാൻ എനെയും ബിനെയും സിനെയും ഇൻ ടേംസ് ഓഫ് കെയിൽ കണ്ടുപിടിക്കാൻ പോവാണ്. 3/5 a is equal to k - 10. സോ a is equal to നോക്കിക്കോളൂ 5/3 k - 10. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5k/3 - 50/3. സോ ഈ സ്റ്റെപ്പ് മനസ്സിലായാലും ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. b is equal to 11k/10. ഇവിടെ അതേപോലെ 4c/5 is equal to k + 20. c is equal to 5/4 into k + 20. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 5k/4 + 5 × 20 100 divided by 4 25. ഞാൻ എന്തായാലും k ടേംസിനെയൊക്കെ ഒന്നിച്ചും അല്ലാത്ത ടേംസിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പോവാണ്. 5k/3 + 11k/10 + 5k/4 + 25 - 50/3 is equal to 410. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ. 25നെ എനിക്ക് 75/3 എന്ന് എഴുതാം. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25/3 എന്ന് കിട്ടും. ഇയാൾ എങ്ങോട്ട് പോവും? ഇയാൾ ഈക്വൽ സൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോവും. 410 - 25/3. ഇനി ഞാനിത് സോൾവ് ചെയ്യുമ്പം എനിക്കിവിടെ എന്ത് കിട്ടും? 1230 - 25/3 എന്ന് കിട്ടും. 5012/0. സോ എൻ്റെ റൈറ്റ് സൈഡ് എന്തായി? എൻ്റെ റൈറ്റ് സൈഡ് 1205/3 എന്നായി. ക്ലിയർ ആയല്ലോ? സോ ഞാനിത് മായ്ക്കുവാണേ. സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ അല്ലേ? ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡലാണ്. നമ്മൾ നേരത്തെ എല്ലാത്തിൻ്റെയും ബിയിൽ കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ കെയുടെ കൂടെ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ k is equal to എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ആളിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്കറിയാം 10/11 ഞാനിവിടെ ഒരു കോർണറിൽ എഴുതാം. 10/11 b is equal to k. ഈ സ്റ്റെപ്പ് വരെ ഓക്കെ ആണല്ലോ. നമുക്കിനി ഇത് ആഡ് ചെയ്യാം. ഇവിടെ 3 ഉണ്ട്, 10 ഉണ്ട്, 4 ഉണ്ട്. നമുക്ക് ഇവരുടെ LCM അല്ലെങ്കിൽ ഇവരുടെ ഡിനോമിനേറ്ററിനെ നമുക്ക് 60 എന്നാക്കാം. ഇയാൾ 60 എന്നാക്കണമെങ്കിൽ 20 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 100k. രണ്ടാമത്തെ ആളെ 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 66k. മൂന്നാമത്തെ ആളെ 15 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 5 × 15 എന്ന് പറയുമ്പോൾ 75k divided by 60 is equal to 1205/3. ഇവർ രണ്ടുപേരെയും ക്യാൻസൽ ചെയ്യാം. ഇവിടെ 20 കിട്ടും, ഇവിടെ 1 കിട്ടും. ഇനി നമുക്ക് ഇവരെ ആഡ് ചെയ്യാം. നോക്കിക്കോളൂ, 100 66 75 അല്ലേ? നോക്കിക്കോളൂ, 60 പ്ലസ് ഞാൻ 100 ഉണ്ട്, 100 + 60 100 + 60 + 70 എന്താണ്? 130 ആണ്. സോ എനിക്ക് കിട്ടി 230 എന്ന് കിട്ടി. എനിക്ക് എന്താണ് കിട്ടിയത്? എനിക്ക് 230 എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരു 6 ഇവിടെ ഒരു 5 ഉണ്ട്. എനിക്ക് ആഡ് ചെയ്യുമ്പോൾ 11 എന്ന് കിട്ടും. സോ എൻ്റെ ആൻസർ എന്തായി? 241 എന്നായി. 241 divided by 20 is equal to 1205. ഇവിടെ ഒരു k ഉണ്ട് അല്ലേ? ഓക്കെ. സോ ഞാൻ k is equal to കണ്ടുപിടിക്കാൻ പോവാണ്. k is equal to 1205 × 20 divided by 241. ഞാൻ തൽക്കാലം ഇവരെ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യണില്ല. ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ വെക്കുവാണ്. ഇനി നോക്കിക്കോളൂ, എനിക്കറിയാം 10b/11. 10b/11 ആണ് ആര്? k. സോ അപ്പോൾ എനിക്കറിയാം 10b/11 is equal to 1205 × 20 divided by 241. ഈ 0യും 0യും എന്തായി? ക്യാൻസലായി. ഇനി b is equal to 11 × 2 × 1205 divided by 241. നേരത്തെ നമുക്ക് കിട്ടിയ ആ സെയിം ആൻസർ ആണ് അല്ലേ? നേരത്തെ നമുക്ക് കിട്ടിയ ആ സെയിം ആൻസർ ആണ്. നോക്കിക്കോളൂ, 11 × 2 22 ആണ്. 22നെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാം? 10 + 2 എന്ന് എഴുതാം. സോ 1250 2 കൊണ്ടെന്ന് പറയുമ്പോൾ 0 2410
0 1 ബാലൻസ് 1 5 6 2 അല്ലേ? അപ്പോൾ നോക്കിക്കോളൂ, ബി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 110. സോ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? സെയിം ആൻസറാണ് കിട്ടുന്നത്. എല്ലാ സമയത്തും ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് എക്സാക്റ്റ് ആയ ആൻസർ കണ്ടുപിടിക്കണം എന്നില്ല. ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വലിയ നമ്പേഴ്സാണ്, അല്ലെങ്കിൽ അവിടെ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിനെ അങ്ങനെ തന്നെ വിടുക, ആ നമ്പേഴ്സിനെ എല്ലാം അങ്ങനെ തന്നെ വിടുക. ചില സമയത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പം കുറേ നമ്പേഴ്സ് നമുക്ക് ക്യാൻസലായി പോയി കിട്ടും. നമ്മുടെ കാൽക്കുലേഷൻസ് കമ്പാരിറ്റീവ്ലി ഈസി ആവും. ക്ലിയർ ആയല്ലോ? സോ യെസ്, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താ പറയുക, ഇൻകം, എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ്. റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത ഇൻകം, എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ്. ആ ഒരു ടോപ്പിക്കിൻ്റെ താഴെ പല ടൈപ്സിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇനി പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് ഈ ക്വസ്റ്റ്യൻസിന് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഇൻകം, എക്സ്പെൻഡിച്ചർ, അതേപോലെ എന്താണ് നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ എന്താ പറയുക, നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. വെരി ഈസി തൊട്ട് വെരി ഡിഫിക്കൽട്ട് വരെ എല്ലാ ലെവൽസിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാനിവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓരോരോ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അല്ലേ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത്തരം ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്ലിയർ ആയല്ലോ? യെസ്. ഈ ക്വസ്റ്റ്യൻസും എത്ര പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങൾ മഗ്ഗപ്പ് ചെയ്യരുത്. കുറേ സ്റ്റുഡൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതങ്ങ് മഗ്ഗപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എക്സാമിനേഷനിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ഇന്ന ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഫോട്ടോ കോപ്പി ചെയ്ത പോലെ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കോപ്പി പേസ്റ്റ് ആയിരിക്കും ആ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ചെറിയ രീതിയിലുള്ള ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഇന്ന ടൈപ്പിൽ ചോദിച്ചാൽ ഈ കോൺസെപ്റ്റ് നമ്മൾ ഈ രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? അതൊക്കെ സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? സോ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ ആവുന്നവരെ ഈ ഒരു സെക്ഷൻ്റെ വീഡിയോസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യെസ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദി കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ യെസ് വിൽ ഡിസ്കസ് ഇറ്റ് ദർ. അതർവൈസ് വിൽ ഡിസ്കസ് എന്താ പറയുക ഓൾ യുവർ ഡൗട്ട്സ് ഇൻ എനി ഓഫ് അവർ അപ്കമിങ് സെഷൻസ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യം മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് ആണ്. മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് എന്നുള്ളതൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ നമുക്ക് കുറേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഈ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൻ്റെ ഇക്വേഷൻസ് ഇല്ലാതെ തന്നെ, അതായത് മിക്സ്ചേഴ്സ് ആൻഡ് ചില പ്രോബ്ലംസ് നമ്മൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൻ്റെ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ പ്രോബ്ലംസ് നമ്മൾ സിമ്പിളായി ഒരു റേഷ്യോ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സിമ്പിളായി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ റേഷ്യോ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നമ്മുടെ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പല പ്രോബ്ലംസും നിങ്ങൾക്ക് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളെന്നൊക്കെ നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പോൾ നമുക്ക് റേഷ്യോ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ.